അപ്പൊ ശരിക്കും പറയാലേ അന്ന് അടിയുണ്ടായതിന്റെ കാര്യം എന്താണ്? അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്കായി. അപ്പോൾ വണ്ടി അവിടെ വന്നു. ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ ടോപ്പ് സ്റ്റേഷനിലാണ് കേട്ടോ. മൂന്നാർ വന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ ടോപ്പ് സ്റ്റേഷനിൽ വന്നു. അങ്ങനെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിനി വട്ടവടയ്ക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ നിൽക്കുകയാണ്. ഉണ്ട്, ഇവിടെ നിരവധി വീടുകളുണ്ട് കേട്ടോ. താഴത്തൊക്കെ ആയിട്ട് ഇത് കണ്ടോ, ഈ ടോപ്പ് സ്റ്റേഷൻ്റെ താഴത്ത് നിരവധി വീടുകളുണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള ചെറു കടകളൊക്കെ ആയിരുന്നു ഈ വരുന്ന വഴിക്കൊക്കെ. ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഒരു ചെറിയ കുരിശുപള്ളി കാണാം കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു കുരിശുപള്ളി കാണാം. അങ്ങനെ നമ്മളിതേ ടോപ്പ് സ്റ്റേഷൻ്റെ അങ്ങോട്ട് നടക്കുവാണ്. അപ്പോൾ ഇവിടെ നിരവധി കാഴ്ചകൾ നമുക്കുണ്ട് കേട്ടോ. നേരെ താഴത്തോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല തേയില പ്ലാന്റേഷനുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ചോക്ലേറ്റ്, തേയില ഇതൊക്കെ വാങ്ങാനുള്ള കടകളൊക്കെ ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 50 മീറ്റർ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. അതായത് ഒരു 10, 1, 2, 3, 4, 5, 6, 8 ഒരു 8 കാറ് കിടക്കും, അത്രേ ഉള്ളൂ. ചേട്ടാ, ഇവിടെ ഒരു 8 കാറ് വേറെ പാർക്കിംഗ് ഉണ്ടോ ഇവിടെ? ഈ കാർ പാർക്കിംഗ് ഇതല്ലാതെ വേറെ ഉണ്ടോ? ഇതേ ഉള്ളൂ. ഇവിടെ ഒരു 8 വണ്ടി ഇടാൻ പറ്റും അല്ലേ? 10 വണ്ടി ഇടാൻ പറ്റും. 8 വണ്ടി. അതല്ല, ഞാൻ എണ്ണി നോക്കിയിട്ട് ഒരു 8 വണ്ടി അത്രേ പറ്റത്തുള്ളൂ. 10 നടക്കൂല. ചെറിയ കാറാണെങ്കിൽ 10 വരും. ഇതുപോലത്തെ വലിയ കാറുകൾ പറ്റൂല. ഇത് ആലപ്പുഴ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇവിടെ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും നടക്കുന്നത്. നമ്മളങ്ങനെ ഏകദേശം ഒരു 100 മീറ്റർ ആയില്ലേ സജി? അപ്പോൾ 100 മീറ്ററൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അതിൻ്റെ ഈ സൈഡിൽ കൂടി നമ്മളിത് ഇങ്ങനെ പോവാം. ഉണ്ടോ? ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്തേക്കുക. ഒരു ചെറിയ വഴി മാത്രം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അല്ലേ? മഴയില്ല. നാട്ടിലൊക്കെ നല്ല മഴ. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടത്തിൽ സജ്ജയാണ് കേട്ടോ ഉള്ളത്. ഞാൻ സജ്ജയും കൂടിയാണ് ഇറങ്ങിയത് രാവിലെ വീട്ടിൽ നിന്ന്. വെളുപ്പിന് 4 മണിയായപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. 181 കിലോമീറ്ററാണ് ഞങ്ങൾ വട്ടവടയ്ക്ക്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന്. അപ്പോൾ വട്ടവടയ്ക്ക് ഇനി ഇവിടുന്ന് 10 കിലോമീറ്ററും കൂടിയുണ്ട്. 10 അല്ലേ സജി? 10 കിലോമീറ്റർ ഉണ്ട്. 10 കിലോ. വലിയ തിരക്കൊന്നുമില്ല ഈ ഒരു സ്ഥലത്ത്. എന്താ പറയുക, മൊത്തത്തിലൊരു കൂൾമയം. മഴയില്ല. ഇങ്ങോട്ട് നല്ലൊരു മഴ കിട്ടി. എന്തെങ്കിലും ഒന്ന് പറയടാ. നാട്ടിലാണ് ഒടുക്കത്തെ മഴ. ഇവിടെ മഴ ഇല്ല. ഇവിടെ വരണ്ടോണി കിടക്കും. മഴയാ? അല്ല, ഞങ്ങളുടെ ഒരു രക്ഷയിലായിരുന്നു, മഴയായിരുന്നു. ആണോ? അല്ല, ഞങ്ങൾ ആലപ്പുഴക്കാരാ. 30 ദിവസമായിട്ടുണ്ട്. ഓക്കെ. പക്ഷെ വെള്ളം ഇല്ലല്ലോ. ആ ഡാമിലൊന്നും വെള്ളമില്ല, ഒന്നുമില്ല, ഉണങ്ങി കിടക്കുന്ന. നമ്മള് മഴയില്ല, അതാണ്. ഇത് നോക്കിയ താഴത്ത് നോക്കിയ മഴ പെയ്തതിന്റെ വല്ല ലക്ഷണം ഉണ്ടോ? ആലപ്പുഴ എവിടെ? ചേർത്തല എവിടെ? അല്ലേ, ഞങ്ങളൊക്കെ ചേർത്തല വരുമ്പോഴാണ്. എവിടെ? വയലാറ 11 മൈൽ. തിരക്കില്ലല്ലേ? ശനി ഞായർ മാത്രമേ ഉള്ളൂ തിരക്ക് അല്ലേ? നിങ്ങൾ എന്തിന്റെ വർക്കിനായിട്ട് വന്നു? അവിടെ ഇപ്പൊ എന്തിന്റെ പണിയാ നടക്കുന്നത്? കടകളുടെ വല്ല? ഇനി കുറെ ദൂരം ഉണ്ടോ വ്യൂ പോയിന്റിലോട്ട്? ഇനിയുണ്ട്. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിൽ എത്തി കേട്ടോ. ഇവിടെ നിന്ന് നേരെ ഒരു ടവർ ഉണ്ട് കേട്ടോ, വാച്ചിങ് ടവറൊക്കെ ഉണ്ട്. നേരെ മുകളിൽ നിന്ന് അയ്യോ ഇപ്പൊ താഴത്ത് പോയതിനകത്ത്, അതായത് ഈ മണ്ണ് തെന്നുന്ന മണ്ണാട്ടോ. താഴെയാണോ അവർക്ക്? ഓക്കെ. നമ്മളങ്ങനെ ആ വാച്ച് ടവറിന്റെ മുകളിലോട്ട് അങ്ങനെ കയറുക കേട്ടോ. ഇതാണ്
ഹിൽ ടോപ്പ് സ്റ്റേഷൻ ഏറ്റവും ടോപ്പാട്ടോ. അതെ ഇത് നോക്കിയേ, അന്യായ വ്യൂ. എങ്ങനെയുണ്ട് സജിയെ? ആ അടിപൊളി. ഈ തമിഴ്നാടിൻ്റെ നമ്മൾ ആ രാമക്കൽ മേടത്തൊക്കെ കാണുന്ന പോലെ തന്നെ ആ താഴത്തെ ആ പാടശേഖരങ്ങളും കൂടി കാണാം കേട്ടോ ഇവിടുന്ന്. സൈഡിൽ നിന്ന് അത് കമ്പന്തേനിയല്ലോ. അത് തന്നെ കമ്പന്തേനി, അതായത് ബോഡി നായ്ക്കനൂർ, ആ ഒരു സ്പോട്ടൊക്കെയാ. നല്ല കോടമഞ്ഞ് ഇറങ്ങി വരുന്ന കണ്ടോ അവിടുന്ന്. നൈസാണ് കേട്ടോ. എന്തായാലും ഈ നമുക്ക് കാലാവസ്ഥ നല്ല അനുകൂലമാണ്. അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ കോട മൂടി നമുക്കൊന്നും കാണാൻ വയ്യാതെ മൊത്തത്തിൽ മൂടി പൊതുങ്ങി കിടക്കും. ഇപ്പം എന്തായാലും കാഴ്ചകൾ ഗംഭീരമാണ്. ചേട്ടാ, നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടൊക്കെയാണ് സർവീസ് ഉള്ളത്? ടോപ്പ് സ്റ്റേഷനാണ്. ഇവിടെ ഒരു 200 മീറ്റർ നടന്നു പോയാൽ ഉള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. പിന്നെ അതിലാണ്ടിട്ട് ഇങ്ങോട്ട് വട്ടവടം എന്ന് പറഞ്ഞ് കേരളത്തിലെ ഇടുക്കിയിലെ ലാസ്റ്റ് ഡെഡ് എൻഡ് പ്ലേസ് ആണ്. അവിടെ പോയാൽ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ. അതെല്ലാം ജീപ്പിൽ കൊണ്ടുപോയി അത് ജീപ്പിൽ കൊണ്ടുപോയി കാണിച്ച്. നമ്മൾ ഇവിടുന്ന് സർവീസിന് എത്ര രൂപയാണ്? നമ്മൾ ഫുൾ പാക്കേജ് എന്ന് പറഞ്ഞാൽ 3500 രൂപ വെച്ച് മേടിക്കും. 3500 രൂപ. 3500 രൂപ ഇങ്ങനെ വട്ടവടം എല്ലാം ഇറങ്ങിയിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ ടി എസ്റ്റേറ്റിലൂടെ കയറി വന്ന് ലാസ്റ്റ് ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റിൽ ആക്കി തരും. ഏകദേശം എത്ര കിലോമീറ്റർ? ഇതെല്ലാം ചുറ്റി കറങ്ങി വരുമ്പോൾ ഒരു 48 കിലോമീറ്റർ സംതിങ് ആണല്ലേ. ഓഫ് റോഡ് എല്ലാം കൂടിയാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അതെ അതെ അതെ. അതായത് ഇവിടെ എന്താ പറയാ വന്ന്, അതായത് കേരളത്തിലുള്ള ആൾക്കാർ ബസ്സായിട്ട് വന്നത്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗസ്റ്റ് ഇല്ല, ഒന്നില്ല, 1-2 വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഫ്രീ ആയിട്ട് വരുന്നുണ്ട് പോവാ. ഇപ്പൊ തിരക്കായുമ്പോഴത്തേക്കും ഇപ്പൊ ഈ ബസ്സുകാർ എന്താ ചെയ്യുന്ന അവിടെ നിന്ന് ഒരു വണ്ടി വരും. ഇതാണ് ഏറ്റവും ഇതിലാണ് തിരിക്കാൻ പറ്റുന്നത്. ഇതിൽ ഫ്രണ്ട് വിട്ടിട്ട് പെട്ടെന്ന് തിരിച്ചിട്ട് ഇത് അവിടെ പോയിട്ട് ഒരു സൈഡ് ആക്കിയിട്ട് ഇറക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിങ്ങനെ അടുപ്പിച്ച് വരുമ്പോൾ ഫുള്ള് ബ്ലോക്ക് ആവും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റാത്ത അവസ്ഥയിൽ പിന്നെ അവിടെ ഇരുന്ന് അങ്ങോട്ട് വട്ടവടയിലിരുന്ന് ആംബുലൻസിൽ വരുന്ന ആൾക്കാർ ഇതെല്ലാം ഇടയിൽ ഇങ്ങനെ ഈ റോഡ് ഇപ്പൊ ഇട്ടിട്ട് ഒരു 3 മാസം ആയിട്ടുള്ളൂ. അപ്പൊ അതിനെക്കാട്ടിലും ഇപ്പൊ ഫേസ് ഇല്ലായിരുന്നു ഇതില് നിലവില്. ഈ അടുത്താണ് ഈ കോൺക്രീറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഒരു 2-3 മാസം ആയിട്ടുള്ളൂ. ഇച്ചിരി വീതിയൊക്കെ കൂട്ടി. എന്നാലും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ല, ഇവിടെ വന്നു കഴിഞ്ഞാല് നിങ്ങളാകെ പ്രശ്നമാണെന്നാണ്. അങ്ങനെയല്ല ചേട്ടാ. ഇപ്പൊ നമുക്ക് നമ്മൾ പറയട്ടെ, ഇപ്പൊ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാലേ നമുക്കുള്ള ഒരു ബിസിനസ് ഉണ്ട്. ഇപ്പൊ ഇതെല്ലാം ടൂറിസ്റ്റ് മേഖലയിൽ ഉള്ളതാ. ഇപ്പൊ ഇതെല്ലാം അപ്പൊ ഗസ്റ്റുകൾ വന്നാലേ നമുക്ക് ബിസിനസ് ഉള്ളൂ. നമുക്ക് പിന്നെ അവരായിട്ട് നമുക്ക് ഒരു വിഷയമൊന്നുമില്ല. നമ്മൾ വരുന്നു, അവരെ കൊണ്ട് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. വരുന്നവരെല്ലാം ഇപ്പൊ ഒരു 97% ഡ്രിങ്ക്സ് ആയിട്ടല്ല വരുന്നവർ, എൻജോയ്മെന്റിന് വരുന്നുണ്ട്. പിന്നെ അത് എന്താന്ന് പറഞ്ഞാൽ അവര് നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല, അത്രേ ഉള്ളൂ. അതാണ് സംഭവം, വേറെ ഒന്നുമില്ല. ഇപ്പൊ ഇനി അടുത്ത് ഓണൊക്കെ സ്റ്റാർട്ട് ആവും. ഇപ്പൊ ആകുമ്പോ ഫുള്ള് ബ്ലോക്ക് ആവും ഇവിടെ. അത്രയും തിരക്കാണ് ഇവിടെ. ഇപ്പൊ ഇതിന് ഇവിടെ എന്ന് പറഞ്ഞ ഫെസിലിറ്റി, ഇപ്പൊ ഒരു പാർക്കിംഗ് ഫെസിലിറ്റി ഇല്ല ഇവിടെ. ഇതിപ്പോ 3-4 കിലോമീറ്റർ തമിഴ്നാടിനാണ്. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ തമിഴ്നാട് സർക്കാരിന്റെ അല്ല, ഇതെല്ലാം ടാറ്റയുടെ ആണ്. ഇപ്പൊ അത് അവർ കണ്ടില്ലേ, അപ്പൊ ഇത് ഇവരെല്ലാം അവിടെ വേലിയൊക്കെ ഇട്ട് വെക്കും സൈഡിലെല്ലാം, ഈ സൈഡിലൊക്കെ. അപ്പൊ ഇനി വണ്ടിക്കാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നാട്ടുകാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കമ്പനി ആയിട്ട് അവർ ഒരു പാർക്കിങ്ങിന്റെ ഒരു ഫെസിലിറ്റി എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആവും. പിന്നെയും വഴക്കാവും, ഇത് വഴക്കാവും. പിന്നെ അതിൻ്റെ അമ്മ ഇടയ്ക്ക് വരുന്ന ആംബുലൻസിൽ വരുന്നവർ, എമർജൻസിയിൽ പോകുന്നവർ ഇല്ല. ഇപ്പൊ കഴിഞ്ഞ ഈ റോഡ് ഇടാത്ത മുമ്പൊക്കെ എനിക്കറിഞ്ഞിട്ട് ഒരു 7-8 പേര് ചത്തിട്ടുണ്ട്. ഈ വഴിക്ക് പോകുന്ന ഇങ്ങനെ ബ്ലോക്ക് ആയി 2 മണിക്കൂർ 3 മണിക്കൂർ നിന്നിട്ട്. അപ്പൊ ശരിക്കും പറയാലേ അന്ന് അടിയുണ്ടായതിന്റെ കാര്യം എന്താണ്? അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്കായി. അപ്പൊ വണ്ടി അവിടെ വന്നു. വണ്ടി വന്നിട്ട് അപ്പൊ അന്നേരം ഈ ഹോട്ടല്, ഇവിടെ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ബാത്റൂം ഇതൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് നിർത്തിയിട്ട് അപ്പുറത്തെ സൈഡിൽ ഇരുന്നവര് 2-3 പേര് ശ്രദ്ധിച്ചു. അപ്പോൾ സമയം 1 മണിയായിരുന്നു. അപ്പോൾ ഹോട്ടലിലെ ആൾക്കാർ ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ചേട്ടാ ഒന്ന് വണ്ടി തിരിച്ചിട്ടിട്ട് ഒന്ന് മുകളിൽ അവിടെ സൈഡാക്കിയിട്ട് ഇറക്കുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പെട്ടെന്ന് ഡ്രൈവർ സീറ്റിന്റെ അപ്പുറത്തിരുന്ന് പിച്ചാത്തി എടുത്തായിരുന്നു. അത് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ കണ്ടായിരുന്നു. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാകുമ്പോൾ ആദ്യം അവരാണ് നമ്മളെ അടിക്കാൻ വെച്ചിട്ട് പാണ്ടിക്കാരാവണമെന്ന് പറഞ്ഞ് ഭയങ്കര തെറി ഇതൊക്കെ ഉള്ള ഉണ്ടാക്കിയിട്ട് പിന്നെ അവരിവിടെ ഇരുന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്തിലൊക്കെ ഇട്ടാണ് ഇങ്ങനത്തെ ഒരു വിഷയമായത്.
പിന്നെ ഇവിടെ ഒന്നും അത്ര ഒന്നും പ്രശ്നമൊന്നുമില്ല. നമ്മൾ എല്ലാ വരുന്ന ഡ്രൈവർമാർക്ക് ട്രാവലർസ് ഇതുപോലെ മാക്സിമം ഇവിടെയാണ് പാർക്കിംഗ് കൊടുക്കുന്നത്. ഇവിടെ ഫുള്ളായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മുകളിലത്തെ സൈഡ് ഇടാം. പിന്നെ അതിനുണ്ട് പിന്നെ ഇത് ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് ഒരു നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിനകത്ത് ഒരു ബസ് നിർത്താനുള്ള സൗകര്യം ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ തന്നെ അനുസരിച്ച് ഇപ്പോൾ ഒരു ഗസ്റ്റിനെ കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ പറയുന്ന രീതിക്ക് അനുസരിച്ച് പോയി കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ട് കാണത്തില്ല. എല്ലാവർക്കും ഇതാവും. ഇതിപ്പോ ചുമ്മാ ഒന്ന് മാറ്റിയിടുന്ന പറഞ്ഞ സമയത്താണ് ഇവർ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ് ഇതാക്കിയത്. അവരാണ് ആദ്യം കത്തിയെടുത്തത്. അതെ പുള്ളിയെ ഡ്രൈവറാണ് കത്തിയെടുത്തത്. നമ്മളിവിടെ ഇപ്പോൾ 5-6 കൊല്ലമായിട്ട് നമ്മളും ടൂറിസ്റ്റ് ആയിട്ട് യാത്രയിലാണ് ഇരിക്കുന്നത്. എത്രയോ പക്ഷേ അവര് ആ പ്രശ്നം യൂട്യൂബിലിട്ട് ഭയങ്കര വലിയ പ്രശ്നമാക്കി. അത് സ്റ്റേറ്റിന്റെ ലെവലായി പോയി. അല്ല എല്ലായിടത്തും അത് ഇങ്ങോട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിന് വളക്ക് ഉണ്ടാക്കുന്നുണ്ട്. എത്രയോ അടികളുണ്ട്, ഇതുണ്ട്, എത്രയോ നടന്നിട്ടുണ്ട്. പക്ഷെ അത് ഈ ലോകത്തിന്റെ ഇതിൽ ആക്കിയതില്ലേ, അത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ അങ്ങനെ ഒരു ബസ്സുകാരായിട്ട് ഇപ്പൊ പ്രശ്നം പറഞ്ഞില്ലേ. അപ്പൊ അവർക്ക് ഇങ്ങോട്ട് മൂന്നാറില് ഉള്ള കളക്ടർ ഓഫീസിലോ ഇല്ല ഇവിടെ കംപ്ലൈന്റ് ചെയ്യാലോ. ഇതുപോലെ ഞങ്ങൾ ടൂറിസ്റ്റ് ഇതിപ്പോ വേൾഡിൽ ഫസ്റ്റിൽ ഇരിക്കുകയാണ് ടോപ്പ് 10. വേൾഡിൽ ഫസ്റ്റാണ്. ഈ നവംബർ ഡിസംബറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലോഡ് കടൽ പോലെ കാണും. ഇത് വെളുപ്പിന് 4 മണിക്ക് തന്നെ എല്ലാ ഗസ്റ്റ് വരും ഇവിടെ. 10 മണിക്ക് എല്ലാം ഇവിടെ വലിയെല്ലാം മൊത്തം ഫുള്ളാവും. ആരും വരാതിരിക്കത്തൊന്നുമില്ല. അതെ അവർ കാണുന്നുണ്ട്. പക്ഷെ അപ്പൊ ഇവർക്ക് ഇപ്പൊ കമ്പനി ആയിട്ടോ ഇല്ല ഇവിടെ ഒരു കംപ്ലൈന്റ് ചെയ്തിട്ട് ഇവർക്ക് ബസ്സിന് ഉള്ളതോ ഇല്ല ടൂറിസ്റ്റിന് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞ് ഒരു പാർക്കിംഗ് ചെയ്ത് കൊടുക്കുക. ഇത്ര സ്ഥലങ്ങൾ കിടക്കുമല്ലോ, ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിടക്കുക. അപ്പൊ അവർ ചെയ്ത് കൊടുത്തപ്പോ ആർക്കും ഒരു പ്രശ്നമില്ല. ബസ്സുകാർ വരുന്നു, അവിടെ നിർത്തുന്നു, അവർ ഒരു പാർക്കിംഗ് ഇടുന്നു. ഇതിനകത്ത് ചേട്ടാ ഇതില് അതാ പറയട്ടെ, അങ്ങനെ എന്തെങ്കിലും ഇതില് മെയിൻ ആയിട്ട് മൂന്നാറ് ഹൈ റേഞ്ചിന് ഇങ്ങോട്ട് ഞങ്ങളൊക്കെ കഞ്ഞി കുടിക്കുന്ന പറഞ്ഞാൽ ഈ ടൂറിസ്റ്റ് വെച്ചാണ്. പിന്നെ നമുക്ക് ആരെങ്കിലും ചുമ്മാ പോയി തള്ളാനോ പിടിക്കാനോ നമ്മൾ അങ്ങനെ ആരും ചെയ്യുമോ? ഇതുവരെ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ഗസ്റ്റുകളും നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഇതുപോലത്തെ വണ്ടിക്കാരും കൊണ്ടുവന്ന് ഗസ്റ്റിനെ തരുന്നുണ്ട്. അവർക്കാരും നമ്മളൊരു ബുദ്ധിമുട്ടില്ല, നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ഇതാണ് പ്രശ്നം. പക്ഷെ ഇത് വരും ചിലർ ഇതാ ചെയ്യുന്നത്. ഇത് ഈ വളവുണ്ടല്ലേ, ഈ വളവിൽ ഇങ്ങനെ ബസ് ഇടും. ഈ വളവിൽ ഇങ്ങനെ നിർത്തിയിടും. ഒരു പാർക്കിംഗ് പോലെ ആകെ ഉള്ളത് അവിടെ ഉള്ളൂ. 4-5 ബസ് ഇടാനുള്ള സ്ഥലമേ ഉള്ളൂ. ഇതന്നെ സീസണിൽ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്കായി കിടക്കും. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെ ഒരു 1.5 കൊല്ലത്തിന് മുമ്പ് തമിഴ്നാട് പോലീസ് വന്ന് ഇവിടെ ട്രാഫിക്കൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു ട്രാവലറിൽ വന്നവർ ഫുള്ള് വെള്ളടിയ അമ്മ പാണ്ടിക്കാരൻ എന്ന് പറഞ്ഞ് താഴത്തെ വളവിലിരുന്ന് പോലീസുകാർ ഓടിച്ചോണ്ട് വരുമോ 10-20 പേര് കൂടി. അപ്പൊ പോലീസിനെ വെച്ച് പോലും സഹകരിക്കാൻ പറ്റാത്ത അപ്പൊ നമ്മളെന്ത് ചെയ്യും സാധാരണ ആൾക്കാരെ? അതാണ് പ്രശ്നം. അപ്പൊ ശരിയേട്ടെ, ചെറിയ പാർക്കിംഗ് ഉണ്ട്. നമ്മ വലിയ വണ്ടി പോകാൻ പറ്റില്ലെന്ന് പറയും. നമ്മളെ ഓരോ ഡ്രൈവർക്കാരും നമ്മൾ പറയുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നിർത്തും. ഓരോ പറയുന്നില്ല കേൾക്കാതെ. ഇപ്പൊ അല്ല ചേട്ടാ, ഈ റോഡ് ഇട്ടപ്പോൾ ഞങ്ങളാ പറഞ്ഞാണ് അവർക്ക് ഇത്ര മീറ്റർ എന്ന് പറഞ്ഞാൽ വീതി കൂട്ടാനുള്ളത് അപ്രൂവ്ഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഒരു ചെറിയ ഹെൽപ്പൊക്കെ ഇട്ട് ഇത്ര കോൺക്രീറ്റൊക്കെ ഇട്ട് കൊടുത്തത്. അത് നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട്. ഇത് എല്ലാ സമയത്തും ബസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സമയത്ത് ഒരു 7 ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബ്ലോക്ക് ഇല്ല. ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഒരു വണ്ടി മറത്തില്ല. സീസണില് അടുത്ത് ഓണല്ലേ ചേട്ടൻ വന്ന് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് നിന്ന് നോക്കിക്കോ. ഈ സമയത്ത് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് പോലും ഓട്ടം കിട്ടത്തില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പിടിച്ച് മാറ്റിയിടാണ് അങ്ങനെ ഇങ്ങനത്തെ ആകത്തുള്ളൂ. ഓരോ ആംബുലൻസ് ഒരു വണ്ടി ഞങ്ങൾ തന്നെ വണ്ടിയെല്ലാം മാറ്റിയിടും. അങ്ങനെ മാറ്റിയിട്ടോ ഞങ്ങൾ തന്നെ പറയുന്നില്ല. മെയിൻ ഇവിടെ ടോപ്പ് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പാർക്കിംഗ് വേണം. ഇവിടെ ഈ സ്ഥലപ്പേര് കറക്റ്റ് എന്താണ്? ഇതാ ടോപ്പ് സ്റ്റേഷൻ. 4 കിലോമീറ്റർ തമിഴ്നാട്. ഇവിടെ എത്ര ആൾക്കാർ താമസിക്കുന്നുണ്ട്? ഞങ്ങൾ മൊത്തം ആകെ ഒരു 10-60 കുടുംബമേ ഉള്ളൂ. 60 കുടുംബങ്ങളുണ്ട്. ഏത് പഞ്ചായത്താണിത്? ഇത് കൊട്ടകുടി പഞ്ചായത്ത്. തേനി മാവട്ടം. അപ്പോൾ താങ്ക് യു കൂട്ടുകാരെ. അപ്പോൾ നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷൻ്റെ തൊട്ട് ബാക്ക് സൈഡാട്ടോ ഇപ്പോൾ ഇതൊരു വേറൊരു വ്യൂ പോയിൻ്റ് ആട്ടോ. നമ്മളവിടെ പൈസ കൊടുത്ത് കയറി കണ്ടതിനേലും ഭംഗിയുള്ളൊരു വ്യൂ പോയിൻ്റ് ആട്ടോ ഇവിടെ. ഇത് നോക്കി, ഗംഭീരമാണ് ഇവിടുത്തെ ഒരു കാഴ്ച. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ടോപ്പ് സ്റ്റേഷൻ, മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ടോപ്പ് സ്റ്റേഷനിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമ്മളിപ്പോൾ അവിടെ കുറച്ച് ഡ്രൈവേഴ്സായിട്ടൊക്കെ സംസാരിച്ചായിരുന്നല്ലോ.
അപ്പോൾ കൂടുതലും നമ്മൾ അറിഞ്ഞത് ഈ മറ്റുള്ള, അതായത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ്. അതല്ല, അവരല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ നാട്ടുകാരാണ് ഇവിടെ വന്ന് ഗ്രൂപ്പായിട്ടൊക്കെ വന്നിട്ട് വെള്ളം അടിച്ചും അങ്ങനെ. അവിടെ ഒരു ചേച്ചിയാണ് അത് പറയുന്നത്. മിക്കവരും നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചു ആ ചേച്ചിയോട്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, അത് വീഡിയോ എടുക്കണ്ട മോനെ, ഇതാണ് സംഭവം. കൂടുതലും ആൾക്കാർ ഇവിടെ നിന്നൊക്കെ സാധനം മേടിച്ച്, അതായത് ഇവിടെ ബ്ലാക്കിലും ഒക്കെ സാധനം കിട്ടും, അതൊക്കെ മേടിച്ച് കഴിച്ച് ആണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. കൂടുതലും ആൾക്കാർ വെള്ളമായിരിക്കും, അതായത് മദ്യപിച്ചിട്ടൊക്കെയാണ് ഇവിടെ കൂടുതലും പ്രശ്നങ്ങൾ നടക്കുന്നത്. അതാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞാൽ കേൾക്കത്തില്ല. അപ്പോൾ അങ്ങനെ വഴക്കാവും, അടിയാവും. അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. അപ്പോൾ വേറൊന്നുമില്ല, നമ്മൾ ടോപ്പ് സ്റ്റേഷനിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അറിഞ്ഞ് അങ്ങനെ നമ്മൾ അടുത്തൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. അടുത്തൊരു സ്ഥലം നമ്മൾ വട്ടവടയ്ക്ക് പോവുകയാണേ. അപ്പോൾ ബൈ ബൈ.